എൻ്റെ സുഹൃത്തുക്കളെ, മലയാളികളെ, നിങ്ങൾ ഓരോരുത്തരും കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനിതിൽ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ തെളിയിക്കുക തന്നെ ചെയ്യണം. അതെന്താ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ചാനലിലുള്ള ഓരോ വീഡിയോകളും നിങ്ങളും കാണുന്നുണ്ട്. അപ്പം അവർ വെറുതെ ഒരു ആരോപണമല്ലാതെ ഇതിനെതിരെ പക്ക തെളിവായിട്ട് അവർ വരികയാണെങ്കിലാണ് നമുക്ക് ഇതിന് കയ്യടി കൊടുക്കാൻ പറ്റുക. അപ്പം നിങ്ങളിത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുകയും കൂടി വേണം. അത് തോന്നിയാസായിട്ട് എഴുതുന്ന ചില ആൾക്കാരുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ലവരായ ജനങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ അത് നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുകയും വേണം. അവരോടുള്ള പ്രതിഷേധമായിട്ട് ഇതിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അവരോടുള്ള പ്രതിരോധം നിങ്ങൾ തീർക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എവർക്കും റൈറ്റ് വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മുതുകാടിൻ്റെ വിഷയം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ മന്ത്രീൻ്റെ ഒരു ബൈറ്റ് നമ്മൾ കേൾക്കാനിടയായി ചാനലിൽ. അപ്പോൾ അതിൽ മന്ത്രി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, യാതൊരുവിധ സർക്കാരിന് 2 വർഷമായിട്ട് സർക്കാരിന് യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത്, ആദ്യം തന്നെ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അത് സാമ്പത്തികമായിട്ടുള്ള കാര്യം പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. എന്താ പറഞ്ഞാൽ അത് പോയി. ആ ഒരു യാതൊരുവിധ തെളിവുമില്ല. എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ റേഷൻ്റെ കാര്യം പറഞ്ഞു, ആ റേഷൻ്റെ കാര്യം പറഞ്ഞതും എന്തായി, ഇല്ലാതെയായിപ്പോയി. അതിനും ഒരു ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ കൊണ്ടുവന്നതാണ് ഈ അവിടേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ളത്. അത് വ്യക്തമായിട്ട് ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. ആർട്സ്, ആ ഭിന്നശേഷിക്കാരിലെ കഴിവുകൾ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അങ്ങനെ കഴിവുകളുള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത്. കുറച്ച് തന്നെ കഴിവുകളുള്ള ആൾക്കാരെ എടുത്തിട്ട് അത് പരിപോഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഡിഫറൻറ്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട് മുതുകാടിൻ്റെ ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ആൾക്കാരും, യൂട്യൂബിലുള്ള ഓരോ ആൾക്കാരും ഇതിൻ്റെ പിറകിലാണ്. ഇപ്പോൾ മുതുകാടിനെ വരിഞ്ഞു കെട്ടിയിട്ടാണുള്ളത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിനെ തച്ചുടയ്ക്കുന്ന ആ രീതിയിലുള്ളൊരു പോക്കാണ് നിങ്ങളുടെ സമീപനത്തിലുള്ളത്. മന്ത്രി ഇന്ന് മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയുണ്ട്, യാതൊരു പരാതിയും ഗവൺമെൻറ്റിന് കിട്ടിയിട്ടില്ല എന്ന്. അതെന്തുകൊണ്ട്? നിങ്ങളെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ഇങ്ങനെ ഇതേമാതിരിയുള്ള ചാനലിൽ വന്നിരുന്നിട്ട് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈലുള്ള ഏതൊരാൾക്കും തുടങ്ങാൻ പറ്റിയൊരു കാര്യമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ വന്നിരുന്നിട്ട് ഇതേമാതിരിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് യാതൊരു കാര്യമുള്ള ആരോപണങ്ങൾ ആർക്ക് വേണ്ടിയിട്ട്, ആർക്കെതിരെയും ആർക്കും ഉന്നയിക്കാവുന്ന ഒരു കാര്യമാണ് ആരോപണങ്ങൾ. അപ്പോൾ യാതൊരുവിധ ക്രെഡിബിലിറ്റിയോ ഒരു വിശ്വാസ്യതയോ ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ എപ്പിസോഡിലായിട്ട് ദിവസവും പറഞ്ഞ മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സ്ഥാപനത്തിലായാലും ആ സ്ഥാപനത്തിൽ കുറേ ചിട്ടാവട്ടങ്ങളുണ്ടാവും. ആ ചിട്ടാവട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരെ അവിടെ നിന്നും പുറത്താക്കിയിട്ടുണ്ടെങ്കിലോ അവരെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലോ അവരുടെ ജൽപ്പനങ്ങൾ നിങ്ങളും കേട്ടിട്ട് എന്താക്കുകയാണ്, അത് ഇതിലൂടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിനെ കരിവാരി തേക്കാൻ, അദ്ദേഹത്തിന് ഇപ്പോൾ പത്മശ്രീയോ മറ്റോ ലഭിക്കാം എന്നുള്ള ഒരു ഗണത്തിൽ ലഭിക്കുമോ എന്നറിയില്ല, അങ്ങനത്തെ ആ ഒരു ന്യൂസ് കേട്ടാലും അങ്ങനത്തെ യാതൊന്നും കിട്ടരുത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഉയർന്നു വരുന്നത് കണ്ടുകൂടാത്തൊരു സ്വഭാവം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ മലയാളികളിലുള്ള സ്വാധീനവും നിങ്ങളിൽ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ ഭയപ്പെടുന്നു, അദ്ദേഹത്തെ നിങ്ങൾ ഭയപ്പെടുന്നതാണ് ഈ നിങ്ങളുടെ ഓരോ വീഡിയോയിലും കാണുന്നത് അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർത്തുന്ന ഓരോ ആരോപണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും മുതുകാടിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ പരാതി കൊടുക്കുക. ഏതോ 5 വർഷത്തിന് മുന്നേ അദ്ദേഹം പാവം, അദ്ദേഹം ഒരു ഭിന്നശേഷിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കൂടി ഈ ലോബിയിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയതിൽ, അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടതിൽ ഖേദിക്കുന്നു. വല്ലാത്ത വിഷമമുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും കൂടി നിങ്ങൾ കരിവാരി തേക്കുകയാണ് ഇതിൽ. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. മന്ത്രി പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ടാവാം നമുക്ക് അടുത്തുള്ള ഗോപിനാഥ് മുതുകാടിന്റെ ആ സ്ഥാപനം ഇപ്പോൾ വളരെയേറെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില രക്ഷിതാക്കളും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സുഹൃത്തുക്കളുമെല്ലാം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവരാരും തന്നെ സാമൂഹ്യനീതി വകുപ്പിനോ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കോ ഒരു പരാതിയുടെ രൂപത്തിലൊന്നും തന്നിട്ടില്ല. എങ്കിൽ പോലും ഇത് വളരെ കൺസേൺ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവും വിവരവും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അത് റോഡിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യമല്ല. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രതികരിക്കുന്നതാവും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥാപനം അതിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള കലാപ്രകടനം ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ കലാപ്രകടനം വളരെ സന്തോഷകരമായ ഒന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ആ കുട്ടികൾക്ക് വളരെ സന്തോഷം പകരുന്നതായും നമ്മൾ മനസ്സിലാക്കി. അവരുടെ ആ ടീം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടിയിട്ട് ഇടപെടുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എനിക്ക് അതിൽ അനുഭവപ്പെട്ടു. അതിന്റെ പിന്നാമ്പുറമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു പോകുന്നത് നന്നാകും എന്ന് കരുതാണ്. പക്ഷേ അങ്ങനെ ഉന്നയിച്ചവരുടെ അറിവിലേക്കായിട്ടൊരു കാര്യം ഞാനിപ്പോൾ പറയാണ്. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം, അതായത് ഈ സർക്കാരിന്റെ കാലത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ പക്ഷത്തു നിന്നും സാമ്പത്തികമായ സഹായം കേരള സർക്കാർ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറിച്ച് അവിടെ നടന്ന സമ്മോഹൻ എന്ന് പറയുന്ന ഒരു കലോത്സവം, അതുപോലെ ഒരു സിംബോസിയം, ഇന്റർനാഷണൽ സിംബോസിയം, ഈ 2 കാര്യങ്ങൾക്കും അദ്ദേഹം നൽകിയ പ്രപ്പോസൽ നമ്മൾ മുകളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില ചില്ലറ സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ വ്യത്യസ്ത ഏജൻസികളിലൂടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ കാര്യമായ ധനസഹായം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഈ 2 വർഷക്കാലം നൽകിയിട്ടില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് അത് ആ സ്ഥാപനം ഇവിടെ മാജിക് പ്ലാനറ്റ് പ്രവർത്തിക്കുന്നത് കിൻഫ്രയുടെ ഭൂമിയിലാണ്. അത് സർക്കാരാണല്ലോ അത് നൽകിയിട്ടുള്ളത്. പിന്നെ ആ സ്ഥാപനം ആരംഭദശയില് ഡിഫറന്റ് ആർട്സ് സെന്റർ ഭിന്നശേഷി കുട്ടികൾക്ക് കലാപരിശീലനത്തിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് വിഭാവനം ചെയ്യപ്പെട്ടത്. ആ സന്ദർഭത്തിൽ കേരളത്തിലെ സർക്കാർ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആ സങ്കേതത്തിൽ തള്ളിയിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ പോയി സുഖിച്ച് ജീവിക്കാന്നുള്ള ചില ആൾക്കാരുടെ കുബുദ്ധി, അത് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പല ആൾക്കാരും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നതിൽ കാനഡയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ഒരാളത് മാത്രം കേട്ടിട്ടല്ല ഒരു കാര്യം ഉന്നയിക്കേണ്ടത്. നിങ്ങൾ അവിടെയും പോയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ഈ സ്ഥാപനത്തിലെ ഏതെങ്കിലും അമ്മമാരോട്, അവിടെയുള്ള അമ്മമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാനിതാ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരമ്മയുടെ സംസാരം. ആ അമ്മ എത്രത്തോളം ഹാപ്പിനെസ് ആയിട്ടാണ് സംസാരിക്കുന്നത് കണ്ടില്ലേ? മരിക്കാൻ വരെ, ആ മകനെയും കൊണ്ട് മരിക്കാൻ വരെ പുറപ്പെട്ട ആ അമ്മ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അത്യുന്നതയിൽ ഹാപ്പിനെസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇതേപോലുള്ള അമ്മമാരുടെ കണ്ണീര് വീഴ്ത്താനാണോ നിങ്ങളുടെ ശ്രമം? അതാണ് എൻ്റെ ചോദ്യം. ഇതേപോലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തെ തച്ചുടയ്ക്കാനാണോ നിങ്ങളുടെ ഈ ഒരു ജൽപ്പനങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകാട്, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാൽ മുതുകാട്
വിശദമായിട്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ച് ഇവിടെ വന്ന് നോക്കിക്കോ. ഓരോ കണക്കുകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. യാതൊരുവിധ തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ല. അദ്ദേഹത്തിന്റെ കിടക്കാനുള്ള കിടപ്പ് സ്ഥലം വരെ വിറ്റിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങളത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. ആ ക്രെഡിബിലിറ്റി തകർന്നുപോയി. വിശ്വാസ്യത നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും നിങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും ആൾക്കാർ കൂടുതലുണ്ടാവും. പക്ഷേ ഇതേപോലുള്ള നല്ല കാര്യങ്ങൾ ഈ ക്രൂശിക്കപ്പെട്ടവന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ചിലപ്പം കേൾക്കാൻ കുറവ് ആൾക്കാരെ ഉണ്ടാവുമെങ്കിലും അവരിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നെഗറ്റീവ് ഇല്ലായ്മ ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തകർക്കാനായിരിക്കും നോക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെയല്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതേപോലെയുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭിന്നശേഷിക്കാരായ, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, എൻ്റെ ഒരു കുടുംബത്തിൽ എൻ്റെ അകന്നൊരു ബന്ധത്തിൽ ഇതേമാതിരിയുള്ള അനുഭവിക്കുന്ന ഒരു കുട്ടിയുള്ള വീടുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളവനാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരാണ്. അവൻ്റെ അടുത്ത് നിന്ന് തന്നെ യാതൊരു സാമ്പത്തികമായിട്ടും കിട്ടൂല. സർക്കാരിന് വരുന്ന തുച്ഛമായ പെൻഷനിലാണ് അവനെ നോക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഒരാളെ എപ്പോഴും അവൻ്റെ കൂടെ വേണം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കക്കൂസ് പോകാൻ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ഭക്ഷണം ഒരു കാര്യത്തിനും പറ്റാതെ ഒരാൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വേണം. അപ്പോൾ ആ ഒരു സ്ഥിതിയുള്ള ആൾക്കാരെ, ഇങ്ങനെ ഭിന്നശേഷിയുള്ള ആൾക്കാരെ വയലൻ്റ് ആവുകയും മറ്റുള്ള കാര്യത്തിന്, ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്ന അവരെ ഇത്രയും വലിയ രീതിയിൽ നോക്കുകയും അവർക്ക് സാലറി, ഞാനൊരു വീഡിയോയിൽ കാണിക്കുകയും ചെയ്ത്, നമ്മളെ മറുനാടൻ മലയാളിയിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് നമുക്ക് കാണിച്ചു തന്നതുമാണ്. അപ്പം നിങ്ങൾ അവിടെ പോയോ? ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും, ഈ യൂട്യൂബിൽ മുതുകാടിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ സ്ഥാപനത്തിൽ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്ത്? അവിടെ അമ്മമാരുണ്ടോ? അവിടെ ഇപ്പോൾ കുട്ടികളുണ്ടോ? അവരോട് നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ ബുദ്ധിമുട്ടിലാണോ എന്ന് നിങ്ങൾ സംസാരിച്ചോ? അവിടെയുള്ള അമ്മമാരോട് നിങ്ങൾ സംസാരിച്ചോ? ഇവിടുന്ന് പുറത്തു പോയ ആൾക്കാർ അവിടെ കയറി പറ്റാൻ കഴിയാത്ത കാരണത്താൽ ഉന്നയിക്കുന്ന ഈ ഒരു കാര്യത്തിന് അവരെ ഭാഗം മാത്രം പിടിച്ച് നിങ്ങൾ പറയുന്നതിലാണ് നമുക്ക് ഇതിൽ ഒരു അജണ്ടയുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ടും പറയുന്നത്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അജണ്ട, ആ ഒരു കോക്കസ് ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പറയാൻ കാരണം അതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ നമ്മളിങ്ങനെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഈ അദ്ദേഹം എന്തെങ്കിലും കൃത്യവിലോപം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായും നിയമ നടപടിക്ക് വിധേയമാകേണ്ടതുമാണെന്ന് ഇപ്പോഴും തറപ്പിച്ച് നമ്മൾ പറയുന്നു. നമ്മൾ ആരുടെ ഒപ്പമല്ല, നമ്മൾ നേരിൻ്റെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മളത് ഒരുപാട് ആൾക്കാർ കാണുന്നതല്ല എങ്കിലും നമ്മൾ ഇത്തരം വീഡിയോകൾ നിരന്തരമായി ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഡിഫറെൻ്റ് എബിലിറ്റി ഉള്ള ആൾക്കാർ പഠിക്കുന്ന, അവരെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ആ ഒരു സംരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട ഈ പിമ്പ് പരിപാടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഈ ജൽപ്പനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല ഈ ഒരു കാര്യം ചെയ്യാൻ. എന്തൊരു കാര്യം ചെയ്യാനും ആ കാര്യം നടത്താനുള്ള ആ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനേം തച്ചുടയ്ക്കാൻ നമുക്ക് വേഗം കഴിയും. ഒരു വീടുണ്ടാക്കിയാലും അത് പൊളിച്ചു കളയാൻ നമുക്ക് വേഗം കഴിയും. പക്ഷേ അത് ഉയർത്തിക്കൊണ്ടുവരാൻ എത്രത്തോളം വിഷമങ്ങളുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, എത്രത്തോളം കഠിന പ്രയത്നങ്ങളുണ്ട് എന്ന് നമ്മൾ അതിൽ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഈ തച്ചുടയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അമ്മമാരുടെയും, അവിടെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഉന്നമനമാണ് നിങ്ങൾ തകർക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അതിനെതിരെയാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പരാതി കൊടുക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇതിങ്ങനെ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങളിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് കയമ്പില്ലാത്ത ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന
യാതൊരുവിധ എവിഡൻസോ ഒന്നുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ കളകളകളകളകളാന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളിലേക്ക് നിങ്ങളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു പറ്റം ജനങ്ങൾ വിശ്വസിച്ചാലും ഒരുപാട് പറ്റം ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല. ഈ ഒരു തെറ്റായ പ്രവണത ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഇങ്ങനെ തന്നെ വരുന്നത്. അല്ലാതെ മുതുകാടിൻ്റെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആരുടെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടോ അല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പണം പറ്റി നിങ്ങളെപ്പോലെ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പണം പറ്റുന്ന പിമ്പല്ല ഞാൻ എന്നാണ് ഇതിൽ പറയാനുള്ളത്. അത്രമാത്രം അധപ്പതിച്ചിട്ടില്ല. ഇതിൽ പല നെഗറ്റീവ് കമൻറ്റുകളും തോന്നിയാസങ്ങളും ഇടുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ അമ്മയും അച്ഛനും അതായിരിക്കും നിങ്ങളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകുക. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. മനസ്സിലായല്ലോ? എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. എനിക്കൊരു സംസ്കാരമുണ്ട്. എൻ്റെ സംസ്കാരം നിങ്ങളെപ്പോലെ തോന്നിയാസോ മറ്റുള്ളവരെ വൃത്തികെട്ട രീതിയിലോ സംസാരിക്കാനല്ല എന്നെ പഠിപ്പിച്ചിരുന്നത്. എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിശിതമായി വിമർശിക്കുന്നതും ശക്തമായി ഇതിനെതിരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതുകൊണ്ടാണ്. അതേകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. നമ്മളുടെ ചാനലിന് ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ വിരൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമരുകയും കൂടി വേണം. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അമരുന്നതാവട്ടെ അവരോടുള്ള പ്രതിഷേധം, നിങ്ങളുടെ പ്രതിഷേധം അതാവണം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ മുതുകാടിൻ്റെ ഒപ്പം നമ്മളുണ്ട്, ഈ ജനതയുണ്ട്. അല്ലാതെ നിങ്ങളെപ്പോലെ ഏതൊരാൾക്ക് വേണമെങ്കിലും ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. ഒരു മൊബൈലും ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ആർക്കും കഴിയും. അതേപോലെ നിങ്ങൾ ആർജിച്ചെടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ കാണുന്ന ചാനലുള്ള ആൾക്കാർ നിങ്ങൾ ഈ വൃത്തികെട്ട പരിപാടി എന്തിനെടുക്കുന്നു? ഇങ്ങനെയൊക്കെ വേണോ? ഈ രീതിയിൽ വേണോ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാനാണെന്ന് ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഈ ഇത്രയും പിമ്പായിട്ടുള്ള ഈ പ്രവൃത്തി നിങ്ങൾ നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മാന്യമായ രീതിയിൽ ഇതിനെതിരെ പരാതി കൊടുത്ത് മുന്നോട്ട് വന്ന് ഇത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഇത് തെളിയിക്കണം. അല്ലാതെ ഇത്തരം വൃത്തികെട്ട ഈ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനെ നിങ്ങൾ തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തളരുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എബിലിറ്റി ഉള്ള ആ കുട്ടികളെ, അംഗവൈകല്യമുള്ള കുട്ടികളെ ഇത്രയും രീതിയിൽ പരിപോഷിച്ച് ആ മാതാപിതാക്കളിലേക്കും അവരിലേക്കും ഒരു അത്താണിയായി അവർ വളർന്നു വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ഈ ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് ഒരു മനുഷ്യനും വില വെക്കില്ല. അത് അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും നാളെ എന്ന് ഞാൻ ശക്തമായി തന്നെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.